ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരു കലാകാരനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ സ്വന്തം അഭിമാനം ഷിജോ ഇടുക്കി, അദ്ദേഹത്തിൻ്റെ കുഞ്ഞു വാവയുമുണ്ട്. ഷിജോ നമസ്കാരം. ഹായ് നമസ്കാരം. നല്ലൊരു കലാകാരനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയിടാം ആവേശ സിനിമയിലെ ഫഹദ് ഫാസിലിനെ കണ്ടപ്പോൾ. അതായത് ഫഹദ് ഫാസിലിൽ ആണോ ഇതെന്താണ് ഈ ഇടുക്കിയിൽ വന്നേക്കണെന്നൊക്കെ ഓർത്ത് പോയി. പെട്ടെന്നാണ് അതിൻ്റെ താഴെ ചെറിയ ഷോയ്ക്ക് വേണ്ടി അല്ല അത് അതിൻ്റെ താഴെ എഴുതിയേക്കാണ് ഷിജോ ഇടുക്കി അഭിനന്ദനം എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോയി. ദൈവം ഷിജോ ആണ് ഇത് ചെയ്തത്. അപ്പോൾ തന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ വിഷ്ണുവിനി കൃഷ്ണൻ്റെ അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് ഇപ്പോൾ പുള്ളി എന്നോട് ഇതുപോലെ ഒരു വോയിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനി കൃഷ്ണൻ്റെ വോയിസ് ചെയ്തു. പുള്ളി കണ്ടു, പുള്ളി എന്നെ വിളിച്ചു. അതല്ല വലിയൊരു അനുഗ്രഹമായില്ലേ? പിന്നെ വലിയൊരു അനുഗ്രഹമായി. പിന്നെ ലാലേട്ടൻ്റെ വോയിസ് നമ്മുടെ മാസ്റ്റർ പീസ് ആണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു വോയിസ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതിൽ കറക്റ്റ് വരുന്ന 1-2 വോയിസ്. കോമഡി ഉത്സവം അത് കുഴപ്പമില്ല, കോമഡി ഉത്സവത്തിലെ ഒരു കലാകാരനല്ലേ, ചെയ്തോ? ഹോസ്പിറ്റലിന്റെ ഒരു ഓക്കെ അതൊന്നും നോക്കണ്ട, നീ ചെയ്തോ. ഒരു ചെയ്തോ ലൈവായിട്ടുള്ള ഒരു സംഭവം. ആയിക്കോട്ടെ. ജാഫ്രിക്കയുടെ കൂടെ ഗുലാന്റെ തട്ടുകട എന്ന് പറഞ്ഞ പുതിയ പടത്തിൽ ഞാനും പെരേര അഭിനയിച്ചു. നല്ല രസമുണ്ടാ, നിന്റെ പരിപാടി നല്ല രസമുണ്ട്, കാണാറുണ്ടോ? എന്നാലും വലിയൊരു നടനാണ്, മലയാള സിനിമയിൽ വലിയൊരു നടനാണ് ഷിജോ. നല്ല കറക്റ്റ്. അതായത് ലൈഫ് വോയിസ് എന്ന് പറയാം. എന്തായാലും ഈ കട കൂടെ ഗുലാന്റെ തട്ടുകട ഇറങ്ങാൻ പോണ പടം. അപ്പൊ അടുത്ത് വേറെ ഏതാണ് ചെയ്യണേ? വേറെ അല്ല, വേറെ എന്തെങ്കിലും ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ചെയ്യണ്ടേ നമ്മൾ കൈയ്യടി കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ നമ്മുടെ ഇന്റർനെറ്റിന്റെ ഡയലോഗ്, പക്ഷെ ആ ഡയലോഗ് നമ്മുടെ വേറെ താരം ചെയ്യണേ. ആ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും, എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. റിപ്പർ അവസാന കൊലയും കഴിഞ്ഞു, വേട്ട അവസാനിപ്പിച്ചൊന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പോൾ ഈ ഡയലോഗ് ഞാൻ നമ്മൾ വൺമാൻ ഷോ ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ TS നമ്മുടെ അപ്പോൾ പുള്ളി ഇത് പറയുകയാണെങ്കിൽ ഓരോ കൊലപാതകം കഴിഞ്ഞാൽ ഞാനാ 2 കൊല്ലം അവധി എടുക്കും, അവധി. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. റിപ്പറുടെ വീട് അവസാന കൊലയും കഴിഞ്ഞതാണ്, വേട്ട അവസാനിപ്പിച്ചു. ഇതങ്ങളെ വിശ്വസിപ്പിക്കുക വേട്ടക്കാരനാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ. എനിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ കമന്റ് ഇടും, ദൈവം അവനെന്താ പമ്മി നോക്കണത്. എന്തായാലും മിമിക്രി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ അതുപോലെ മൈക്ക് ചെയ്യണോ പോലെ പബ്ലിക്. കാരണം ഇപ്പോൾ നമ്മൾ മാമുക്കോയൊക്കെ കുറച്ചോനെ നമ്മുടെ ഷിജോ ഓടിക്കേക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ മാമുക്കോയെ നേരുന്നു. കുറച്ചോനെ എന്തായാലും വലിയൊരു കലാകാരനാവട്ടെ. ഇപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ അന്നേരം സൗണ്ട് ചിലപ്പോൾ കറക്റ്റ് ആയിരുന്നല്ല. അപ്പൊ നമസ്കാരം ഷിജോ ഇടുക്കിയല്ലേ, എല്ലാ സൗണ്ടും അടിപൊളിയാ, നല്ലൊരു പാട്ടുകാരനാ, ഇങ്ങനെ വരും. അപ്പൊ എന്തായാലും ഒരു പാട്ടും കൂടെ കേൾക്കാം. അത് കുഴപ്പമില്ല, പാടിക്കും. അതൊന്നും നോക്കണ്ട, നീ പാടിക്കൂ. അത് നോക്കണ്ടാ, ആരും വരട്ടെ, നീ പാടിക്കൂ. അപ്പൊ ഷിജോടിക്ക് കുറിച്ച് നല്ല ഫിഗർ സൗണ്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൽ പാട്ടിലേക്ക് നല്ല ഗാനം. ഓക്കെ. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല, മനുഷ്യൻ നിറയെ മണത്തുളുമ്പിയ മധുര നൊമ്പരം. ഓക്കെ. അല്ല സൗണ്ട് ഇതല്ലാത്ത വോയിസിൽ ഒരു വരികൾ പറയാം. സദാ വോയിസിൽ നിന്റെ വോയിസിൽ 2 വരി. നീ സാധാ വോയിസിലടാ, മിമിക്രി അല്ലാത്തൊരു വോയിസ്. നിന്നെ ഒരുക്കിയിലേ പള്ളിക്കൂടത്തിൻ്റെ പടിവാരി കൂടെ വന്നേ, നീ ചിരിക്കും നേരം അച്ഛൻ്റെ ഉള്ളിൽ ചിങ്ങനിലാവല്ലേ, നീ ഇന്നു പാടിയാൽ ആരും കാണാതെ നെഞ്ചം വിങ്ങില്ലേ, മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിലെന്നും അവളൊരു താമരത്തുമ്പിയല്ലേ, ചെല്ലിക്കുറുമ്പ് കാട്ടി ചിണുങ്ങുന്ന ചുന്ദരി ഭാവയല്ലേ. അടിപൊളി. ഷിജോ ഇടുക്കിയെ സപ്പോർട്ട് ചെയ്യും, നല്ല വോയിസ്, പാട്ട് പാടും, മിമിക്രി ചെയ്യും. ലാലേട്ടൻ്റെ വോയിസൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ എന്തായാലും നല്ല കമൻസുകൾ വരിക. നല്ലൊരു കലാകാരനാണ് ഷിജോ ഇടുക്കി, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.